മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചേക്കും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബി.ജെ.പിയിൽ സമവായമായില്ല. സംബിത് പാത്ര MP വീണ്ടും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണർ ഇന്ന് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറും. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ അതിലൊരു തീരുമാനത്തിലെത്താൻ ബി.ജെ.പിക്ക് ആകുന്നില്ല. പ്രസിഡന്റ് ഭരണത്തിനുള്ള സാധ്യത അത് തന്നെ മുന്നിൽ കാണുന്നുവല്ലേ? പ്രവിത സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുൻപ് നിലവിലുള്ള MLA-മാരും മറ്റുമായി സംസാരിച്ചുകൊണ്ട് മന്ത്രിമാരും ഒക്കെയായി സംസാരിച്ച ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സമവായ നീക്കം നടത്താനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ നിർദ്ദേശവുമായാണ് സംബിത് പാത്ര MP മണിപ്പൂരിലേക്ക് എത്തുകയും ഈ നിലവിലുള്ള MLA-മാരും മന്ത്രിമാരും ഒക്കെയായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമവായത്തിലടക്കം കാര്യങ്ങൾ എത്തിയിരുന്നില്ല. വീണ്ടും ഇന്നലെ അദ്ദേഹം ഗവർണറെ നേരിൽ കണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ അജയ് കുമാർ ഭല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയാണ് എങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കടക്കം കാര്യങ്ങൾ എത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ നിയമസഭ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നും സംബിത് പാത്ര ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇരുവരും എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഗവർണർ ഇന്ന് കേന്ദ്രത്തിന് കൈമാറും. തുടർന്ന് 14-ന് വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിയമസഭ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസത്തേക്കെങ്കിലും മറ്റൊരു മന്ത്രിസഭ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനോ ഉള്ളൊരു കാലയളവ് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി അങ്ങനെ ഒരു പുതിയ മന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗിന് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഇതിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ ഒരു കാലയളവാണ് ആവശ്യമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഏറെക്കുറെ ആ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത, ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ തന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ആവുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധി. നമ്മുടെ വിനിതയാണെങ്കിൽ അവിടെ അത്രയും അശാന്തമായിരുന്ന സമയത്ത് അവിടെ പോയി മുഖ്യമന്ത്രിയുമായൊക്കെ തന്നെ സംസാരിച്ച് മുൻ മുഖ്യമന്ത്രി എന്നിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങൾ അതുപോലെ അവിടെയുള്ള സംഘർഷങ്ങൾ നേരിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ തീർച്ചയായിട്ടും വിനിതയ്ക്ക് ഇത്ര നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും നമുക്കല്ലേ.